നോക്കൂ, ലോകത്തിൻ്റെ നായകൻ, അള്ളാഹുവിൻ്റെ ഹബീബ്, അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിയുറങ്ങുന്ന മദീന പള്ളി. ആ മദീന പള്ളി വിജനമായി മാറുന്ന ഒരവസ്ഥ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. വിജനമായി കിടക്കുന്ന ഒരവസ്ഥ. നോക്കൂ, പ്രവാചകനെ അതിരറ്റം സ്നേഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത്രമേൽ വേദനാജനകമായ ഒരു സംഭവം. ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ വിജനമായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നേരെ മറിച്ച് ആ മദീന പള്ളിയുടെ പരിസരങ്ങളിൽ മൃഗങ്ങൾ വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ആ മദീന പള്ളിയിൽ അവസാന നാളിന് തൊട്ട് മുമ്പ് അത്തരമൊരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ എഴുതി വയ്ക്കുന്നുണ്ട്. മദീന പള്ളി വിജനമായി മാറും. എല്ലാ ആളുകളും ആ മദീന പള്ളിയിൽ നിന്ന് വിട്ടുപോകും. നാളിൻ്റെ ഏകദേശം 40 വർഷം മുമ്പ് ആ മദീന പള്ളി വിജനമായി മാറുകയും എല്ലാവരും അത് ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ മദീന പള്ളിയിൽ താമസിക്കാൻ ആരും തന്നെ ബാക്കിയുണ്ടാവില്ല. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. മൃഗങ്ങൾ വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ആ മദീന പള്ളി, അന്ത്യനാളിന് തൊട്ട് മുമ്പ് ആ മദീന പള്ളിയിൽ അത്തരമൊരവസ്ഥ, അതായത് വിജനമായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതന്മാർ എഴുതി വയ്ക്കുന്നുണ്ട്. മദീന പള്ളി വിജനമായി മാറും. എല്ലാ ആളുകളും ആ മദീന പള്ളി നിന്നും വിട്ടുപോകും. അന്ത്യനാളിന് ഏകദേശം 40 വർഷം മുമ്പ് മദീന പള്ളി വിജനമായി മാറുകയും എല്ലാവരും അത് ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ മദീന പള്ളിയിൽ താമസിക്കാൻ ആരും തന്നെ ബാക്കിയുണ്ടാവില്ല. നോക്ക്, ഇമാം അബൂ ദാവൂദ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജെറൂസലേം ജനവാസമുള്ളതാകുമ്പോൾ അത് മദീന വിജനമാകുന്നതിന്റെ സൂചന നൽകും. ജെറൂസലേം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ജെറൂസലേം എന്ന് പറയുന്നത്. ആ ജെറൂസലേമിലേക്ക് ആളുകൾ ഇങ്ങനെ മാറുന്ന സമയം അത് മദീന പള്ളി വിജനമാകുന്നതിന്റെ സൂചന എന്നാണ് നിബിധങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെക്കുന്നത്. നമുക്ക് അത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയൊരു നിർണായകമായ നിമിഷമായിരിക്കും. നമുക്ക് ഇമാം തൊബറാനി അദ്ദേഹം മദീനയെ കുറിച്ച് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നത്, മദീനയുടെ ജനവാസവും കെട്ടിടങ്ങളും മറ്റും ജബൽ സ്വലാഹ് വരെ എത്തും. ജബൽ സ്വലാഹ് അതായത് സ്വലാഹ് പർവ്വതം, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. മദീനയിൽ പ്രവേശിക്കുന്ന സമയത്ത് കുറച്ച് അകലെയായി കാണപ്പെടുന്ന ഒരു മലയാണ് ജബൽ സ്വലാഹ് അഥവാ സ്വലാഹ് പർവ്വതം എന്ന് പറയുന്നത്. നമുക്ക് മദീന പള്ളി എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈന്തപ്പനയോലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പള്ളിയായിരുന്നു മദീന പള്ളി. പക്ഷെ നൂറ്റാണ്ടുകൾക്കിപ്പുറം ആ മദീന പള്ളി ഇന്ന് വികസിച്ച് വലിയൊരു കൊട്ടാരം കണക്കെ മാറിയിരിക്കുകയാണ്. ദിനം പ്രതി വലിയ വികസനങ്ങൾ മദീന പള്ളിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവചനവും ഈ ഒരു സംഭവത്തിലൂടെ സത്യമായി മാറുകയാണ്. ഇമാം തൊബറാനി നിവേദനം ചെയ്തു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് സ്വലാഹ് വരെ എത്തും എന്നുള്ളതാണ്. അതായത് മദീന പള്ളി നിന്നും അങ്ങ് ദൂരെ അകലെ സ്ഥിതി ചെയ്യുന്ന ആ സ്വലാഹ് പർവ്വതം വരെ മദീന പള്ളിക്ക് വികസനം ഉണ്ടാകുമെന്നുള്ളത്, വികസിക്കുമെന്നുള്ളതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തോട് പറഞ്ഞു വെച്ചത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. മദീനയിൽ ചെന്നവർക്കറിയാം, ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോയവർക്കറിയാം മദീന പള്ളി എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ചെറിയൊരു പ്രദേശം മാത്രമല്ല, വലിയൊരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. അവിടെയുള്ള ജനവാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അവിടെ ചെന്നവർക്കറിയാം. അത്രമേൽ ആളുകൾ അവിടെ തടിച്ചുകൂടുന്നുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട്. മസ്ജിദിലേക്ക് എത്തണമെങ്കിൽ തന്നെ കുറച്ച് പ്രദേശങ്ങളിലൂടെ കടന്നു പോകേണ്ടതൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് സ്വലാഹു വരെ എത്തും. അതായത് മദീന പള്ളി വികസിച്ച് സ്വലാഹു വരെ എത്തും. എന്നിട്ടൊരു സമയം വരും, മദീന പള്ളിയുടെ അടുത്തുകൂടി ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയും, ഇവിടെ ഒരു കാലത്ത് ജനവാസം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കാലത്ത് കെട്ടിടങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. അത് പറയുന്ന സമയത്ത് ആ മനുഷ്യനോടെ കാണുന്നത് വിജനമായ മദീന പള്ളിയായിരിക്കും. ഒരു ജനവാസം ഉണ്ടാകില്ല, ഒരു മനുഷ്യനുണ്ടാവില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു വിവരണത്തിൽ കാണാം, മദീനയിലെ ആളുകൾ അതിനെ ഉപേക്ഷിച്ചു പോകുന്നത്
വെള്ളത്തിന്റെ കുറവോ ഭക്ഷ്യക്ഷാമമോ പുതിയ വൃക്ഷങ്ങളോ പച്ചപ്പുകളോ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അത്തരത്തിലെല്ലാം ഉണ്ട്. കുടിക്കാൻ വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, യാതൊരുവിധ പ്രശ്നവുമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് മദീന പള്ളി നിന്നും ആളുകൾ ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ്. ജീവിതം നിലനിർത്താൻ ആവശ്യമായതെല്ലാം അവിടെ ഉണ്ടാകും, പക്ഷെ ആളുകൾ അത് ഉപേക്ഷിച്ചു പോവുകയാണ്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, എങ്കിൽ ഈ പച്ചപ്പ് കൊണ്ടും സമൃദ്ധി കൊണ്ടും ആർക്കാണ് പ്രയോജനം ലഭിക്കുക? അപ്പോൾ വിധങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് വന്യമൃഗങ്ങൾക്ക്. അവർ അടിസ്ഥാനപരമായി ആ സ്ഥലത്ത് പിന്നീട് താമസിക്കും. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ മദീനയെ ഉപേക്ഷിക്കുമ്പോൾ അത് അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും. അത് കെട്ടിപ്പടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് മനോഹരമായിരിക്കും, എല്ലാം അവിടെ ഉണ്ടാകും. അതിനാൽ അത് ഏറ്റവും മികച്ച അവസ്ഥയിലായിരിക്കും. അത്തരമൊരു സമയത്തായിരിക്കും നിങ്ങൾ അത് ഉപേക്ഷിക്കുക. വൃക്ഷങ്ങൾ തണലുകൾ നൽകും, അതിൽ നിന്നും പഴങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ വന്യമൃഗങ്ങൾക്ക് മാത്രമേ അതിൽ നിന്ന് പ്രയോജനം നേടാൻ സാധിക്കുകയുള്ളൂ, പക്ഷികൾക്കും നാലുകാലുള്ള മൃഗങ്ങൾക്കും. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ഇപ്രകാരമാണ്, എന്റെ ഈ മസ്ജിദ് നായ്ക്കളും ചെന്നായ്ക്കളും വന്യമൃഗങ്ങളും കീഴടക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. മദീന പള്ളിയെ കുറിച്ചാണ് ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. എന്റെ മസ്ജിദ്, അതായത് എന്റെ മദീന പള്ളി, ആ മദീന പള്ളിക്കാണ് അത്തരം ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. നിസ്കരിക്കാനായി മനുഷ്യന്മാർ അതുവഴി കടന്നുപോയേക്കാം, പക്ഷെ മൃഗങ്ങൾ മുഴുവൻ കീഴടക്കിയതിനാൽ അവർക്കതിന് സാധിക്കുകയില്ല. അബൂ ഷൈബ ഒരു ആധികാരികമായ പരമ്പരയോടുകൂടി നിവേദനം ചെയ്യുന്നുണ്ട്, അതിന്റെ പച്ചപ്പും സമൃദ്ധിയും ഇരിക്കെ നിങ്ങൾ അതിനെ 40 വർഷത്തേക്ക് ഈ വന്യജീവികൾക്കായി ഉപേക്ഷിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു കുറുക്കൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിൽ കിടക്കുകയും അതിനെ ഓടിക്കാൻ ആരുമില്ലാതിരിക്കുകയും ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ പറയുന്നത് ഇപ്രകാരമാണ്, മദീനയിലെ ആളുകൾ അതിനെ ഉപേക്ഷിച്ചു പോകും, എന്നിട്ട് അവർ തിരിച്ചു വരും, എന്നിട്ട് അവർ വീണ്ടും അതിൽ നിന്ന് പുറത്തു വന്ന് ഉപേക്ഷിക്കും. അതിനുശേഷം അവർ ഒരിക്കലും തിരിച്ചു വരികയില്ല. അവർ രണ്ടാമത് ഉപേക്ഷിച്ചു പോകുമ്പോൾ അത് അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും. അതായത് വിശാലമായ മദീന പള്ളിയിൽ എല്ലാ വിധത്തിലുമുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മദീന പള്ളി വിട്ടുകൊണ്ട് അവർ പോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ വലിയ ഫിത്നയും ആക്രമണങ്ങളും വന്ന സമയത്ത് മദീന പള്ളി വിട്ടുപോകേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണമായ ഉപേക്ഷിക്കലായിരുന്നില്ല. പലരും ഒളിവിലായി ചുറ്റുവട്ടങ്ങളിൽ പോയി. എന്നാൽ ഇത് മിക്ക ആളുകളും, മുഴുവൻ ആളുകളും അത് ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വിജനമാകുന്ന അവസാനത്തെ പ്രദേശങ്ങളിൽ ഒന്ന് മദീനയായിരിക്കും. ഇസ്ലാമിന്റെ പ്രദേശങ്ങളിൽ അവസാനത്തേത് മദീനയായിരിക്കും. നോക്ക്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ മദീന പള്ളി വിജനമാകുന്ന ഒരവസ്ഥ, അത് നമ്മെ സംബന്ധിച്ചൊരിക്കലും അത് സഹിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമല്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്തോട് പറഞ്ഞു വെച്ച ആ ഒരു പ്രവചനങ്ങൾ അത് സത്യമായി പുലർന്നേ മതിയാകും. നിങ്ങൾ നോക്കൂ, ലോകത്ത് വരുന്ന കോടിക്കണക്കിന് സത്യവിശ്വാസികൾ തവാഫ് ചെയ്യുന്ന പരിശുദ്ധ കാബ, അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനം, ആ പരിശുദ്ധ കാബ പോലും തകർക്കപ്പെടുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്തോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ മദീന പള്ളി വിജനമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, പരിശുദ്ധ കാബ പൊളിക്കപ്പെടുമ്പോൾ അത്തരമൊരു സംഭവം ഉണ്ടാകുമെന്നറിയുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് എങ്കിൽ പോലും അതെല്ലാം ഈ ലോകത്ത് പുലർന്നേ മതിയാകും. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ലോകത്തോട് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളാണ്. അത് സത്യമായി പുലർന്നേ മതിയാകും. മുത്തുനബി തങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.